അപ്പോൾ അടുത്തെന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ സ്റ്റെപ്സ് ഇൻ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് എന്താണ്? ഇമേജ് അക്വിസിഷൻ ആണ്. അപ്പോൾ ഇമേജ് അക്വിസിഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഇമേജിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെൻസേഴ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ക്യാപ്ചർ ചെയ്യുന്നു. ആ സെൻസർ എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാമറയാണ്, ക്യാമറ ആവാം. അപ്പോൾ ക്യാപ്ചർ ചെയ്ത ശേഷം അത് ഡിജിറ്റൽ ഫോമിൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ വെച്ചിട്ട് അതിനെ ഡിജിറ്റൈസ് ആക്കുന്നു. ഓക്കെ. പിന്നെ ഇതിൽ ഉള്ള ഒരു പ്രോസസ്സിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ പേരാണ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇതിൽ മെയിനായിട്ട് എന്താ നടക്കുന്നത്? അതായത് ഒരു ഒപ്റ്റിക്കൽ ഇമേജിനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് അറേ ഓഫ് ന്യൂമറിക്കൽ ഡാറ്റ ആയിട്ട് മാറ്റുന്നു. ഓക്കെ. അതെങ്ങനെയാണ്? മാനിപ്പുലേഷൻ നടത്തിയിട്ട്, ഇമേജിനൊക്കെ മാനിപ്പുലേഷൻ നടത്തിയിട്ട് ഒരു എന്ത് ചെയ്യുന്നു? ഒപ്റ്റിക്കൽ ഇമേജിനെ അറേ ഓഫ് ന്യൂമറിക്കൽ ഡാറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് ഈ ഇമേജ് അക്വിസിഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതിന് നമ്മൾ സൂട്ടബിളായിട്ട് ക്യാമറാസ് യൂസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് എക്സ്റേസ് ആണ് വേണ്ടതെന്നായിരിക്കും, എക്സ്റേ ഇമേജസ് ആണ് വേണ്ടതെങ്കിൽ നമ്മൾ എക്സ്റേക്ക് ക്യാമറ സെൻസിറ്റീവ് ആയിട്ടുള്ള ക്യാമറാസാണ് യൂസ് ചെയ്യുക. അതുപോലെ ഇൻഫ്രാറെഡ് അങ്ങനെ ആയാലും, ഇപ്പോൾ നോർമൽ ഇമേജസും അങ്ങനെ ആയാലും വിസിബിൾ സ്പെക്ട്രത്തിന് സെൻസിറ്റീവ് ആയിട്ടുള്ള ക്യാമറാസ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഓരോ ഇമേജസിനും നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്യാമറാസ് വെച്ച് യൂസ് ചെയ്യും. അതാണ് ഈ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഇമേജ് അക്വിസിഷനിൽ പറയുന്നത്. അപ്പോൾ ഇമേജ് അക്വിസിഷൻ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇമേജ് എൻഹാൻസ്മെൻ്റ് ആണ്. ഈ ഇമേജ് എൻഹാൻസ്മെൻറ്റിൽ നടക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ക്യാപ്ചർ ചെയ്ത ഇമേജിനെ എന്ത് ചെയ്യുന്നു? അതായത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് മുന്നേ ഉണ്ടായിരുന്ന ഒറിജിനൽ ഇമേജിനേക്കാൾ ഒന്നുകൂടി സൂട്ടബിൾ ആയിട്ടുള്ള ഇമേജ് ആക്കി മാറ്റുന്നു. ആ ഒരു പ്രോസസ്സാണ് എന്ത് നടക്കുന്നത്? ഈ ഇമേജ് എൻഹാൻസ്മെൻറ്റിൽ നടക്കുന്നത്. അപ്പോൾ അതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു ഇമേജിൻ്റെ സെർട്ടൻ ഫീച്ചേഴ്സിന് എന്ത് ചെയ്യുന്നു? അതായത് ഹിഡൻ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഹിഡൻ ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് ഈ പ്രോസസ്സിൽ നടക്കുന്നത്. അതായത് മെയിൻ ഐഡിയ ഇസ് ടു ബ്രിങ് ഔട്ട് ദ ഡീറ്റെയിൽസ് ദാറ്റ് ആർ ഹിഡൻ ടു ഹൈലൈറ്റ് സെർട്ടൻ ഫീച്ചേഴ്സ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ എൻ ഇമേജ്. അപ്പോൾ അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? അതായത് ഇപ്പോൾ ബ്രൈറ്റ്നെസ് ചേഞ്ച് ചെയ്യുക, കോൺട്രാസ്റ്റ് ചേഞ്ച് ചെയ്യുക, അതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ആയിരിക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇമേജ് റീസ്റ്റോറേഷൻ ആണ്. ഇമേജ് റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത് അതായത് ഒരു ഇമേജിൻ്റെ അപ്പിയറൻസിനെ ഇമ്പ്രൂവ് ചെയ്യുക, ആ കാര്യങ്ങളാണ് അതിൽ നടക്കുന്നത്. അതൊരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള പ്രോസസ്സായിരിക്കും. ഇനി അടുത്ത ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് കളർ ഇമേജ് പ്രോസസ്സിംഗ് ആണ്. കളർ ഇമേജ് പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ അതിൽ മെയിനായിട്ട് കളർ മോഡലിംഗ്, അതുപോലെ പ്രോസസ്സിംഗ് ഇൻ എ ഡിജിറ്റൽ ഡൊമൈൻ, അതൊക്കെയാണ് ആ ഒരു സ്റ്റെപ്പിൽ നടക്കുന്നത്. ഓക്കെ. ഇനി വേവ്ലെറ്റ്സ് ആൻഡ് മൾട്ടി റെസൊല്യൂഷൻ പ്രോസസ്സിംഗ് എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ ഇമേജിനെ ഈ സ്റ്റെപ്പിൽ നമ്മൾ ഇമേജിനെ വേരിയസ് ഡിഗ്രീസ് ഓഫ് റെസൊല്യൂഷൻ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഈ മൾട്ടി റെസൊല്യൂഷൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫ്രീക്വൻസി അതുപോലെ സ്പേഷ്യൽ ഡൊമൈൻ്റെ ഇൻഫർമേഷൻ നൽകുന്നു. അപ്പോൾ ഈ മൾട്ടി റെസൊല്യൂഷനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ സ്പേഷ്യൽ ആൻഡ് ഫ്രീക്വൻസി ഡൊമൈൻ്റെ ഇൻഫർമേഷൻ നമുക്ക് തരുന്നത്. ഓക്കെ. അപ്പോൾ ഈ മൾട്ടി റെസൊല്യൂഷനെ റെപ്രസെൻറ്റ് ചെയ്യാനും മൾട്ടി റെസൊല്യൂഷൻ ആയിട്ടുള്ള ഇമേജസിനെ റെപ്രസെൻറ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത് ഈ വേവ്ലെറ്റ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വേവ്ലെറ്റ്സ് ആൻഡ് മൾട്ടി റെസൊല്യൂഷൻ പ്രോസസ്സിംഗ് എന്ന് വരാൻ കാരണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കംപ്രഷനാണ്. കംപ്രഷൻ വെച്ചാൽ നമ്മുടെ ആ സ്റ്റോറേജിൻ്റെ സ്പേസ് കുറയ്ക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഒരു ഇമേജ് ആണെങ്കിൽ അതിൻ്റെ സ്റ്റോറേജ് റിക്വയർമെൻറ്റ് കുറയ്ക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നത് കംപ്രഷൻ എന്ന് പറയുന്നത്. അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് കൂടെ എന്തെങ്കിലും അയക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വലിയ സൈസ് ഫയൽസ് പോവില്ല. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? കംപ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? സൈസ് കുറയ്ക്കണം. അതിനായിട്ടാണ് ഈ ഇമേജ് കംപ്രഷൻ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് മോർഫോളജിക്കൽ പ്രോസസ്സിംഗ് ആണ്. മോർഫോളജിക്കൽ പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ അതൊരു ഇമേജിൻ്റെ കമ്പോണൻസിനെ എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നത് മോർഫോളജിക്കൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് എവിടെ യൂസ്ഫുൾ ആയിട്ട് വരാമെന്ന് വെച്ചാൽ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് വരുന്നുണ്ട്, റെപ്രസെൻറ്റേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് ഈ കമ്പോണൻസിനെ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തെന്ന് പറയുന്നത് സെഗ്മെൻറ്റേഷൻ ആണ്. സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത്. അതായത് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് എന്നൊരു അതിൽ ഏറ്റവും ടൈം കൺസ്യൂമിങ്ങും അതുപോലെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്കാണ് എന്ന് പറയുന്നത് സെഗ്മെൻറ്റേഷൻ. അപ്പോൾ ഈ പ്രോസസ്സിൽ എന്താ നടക്കുന്നത്? അതായത് ഒരു ഇമേജ് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറേ ഒബ്ജക്ട്സ് ആയിട്ട് പാർട്ടീഷൻ നടത്തുന്നു. ഇത് എന്തുകൊണ്ടാണ് ഇത്ര ടൈം കൺസ്യൂമിങ് വരാൻ കാരണം എന്ന് വെച്ചാൽ അതായത് ഈ ഓരോ ഒബ്ജക്ട്സ് നമ്മൾ എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ചെയ്യണം. ഇൻഡിവിജ്വലായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴാണ് അതിന് കുറേ ടൈം നമ്മൾ എടുക്കുന്നത്. ഓക്കെ. അതാണ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് റെപ്രസെൻറ്റേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ആണ്. അതായത് ഈ സെഗ്മെൻറ്റേഷൻ ഫേസിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് ഇതിൽ വരുന്നത്, ഈ റെപ്രസെൻറ്റേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷനിൽ വരുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? റോ പിക്സൽ ഡാറ്റ ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട്. ഈ റെപ്രസെൻറ്റേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ എന്ന ആ സ്റ്റെപ്പിലത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് റോ പിക്സൽ ഡാറ്റ ആയിരിക്കും.
ഓക്കെ. ഈ റോ ഡാറ്റേനെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോഴാണ് എന്ത് പ്രോസസ്സായിട്ട് വരുന്നത്? റെപ്രസെൻറ്റേഷൻ പ്രോസസ്സിൽ നടക്കുന്നത് എന്താണ്? ഈ റോ ഡാറ്റേനെ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നു. ഓക്കെ. ഡിസ്ക്രിപ്ഷൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഓരോ ഒബ്ജക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഓരോ ഒബ്ജക്റ്റിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ഒബ്ജക്റ്റിനെ മറ്റൊരു ഒബ്ജക്റ്റിനെ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ അതാണ് റെപ്രസെൻറ്റേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് ഒബ്ജക്റ്റ് റെക്കഗ്നേഷൻ ആണ്. ഒബ്ജക്റ്റ് റെക്കഗ്നേഷൻ എന്ന് വെച്ചാൽ, അതായത് നമ്മളിപ്പോൾ ഈ ഡിസ്ക്രിപ്ഷൻ ചെയ്ത ആ പ്രോസസ്സില്ലേ, അതിന് ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ ഒബ്ജക്റ്റിനെയും എന്ത് ചെയ്യുന്നു? ലേബൽ അസൈൻ ചെയ്യുന്നു. അതാണ് ഒബ്ജക്റ്റ് റെക്കഗ്നേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നോളജ് ബേസ് ആണ്. നോളജ് ബേസ് എന്ന് പറയുമ്പോൾ അതിലാണ് നമ്മുടെ ഇമേജിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻഫർമേഷൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അത് ഒന്നുകൂടി കോംപ്ലക്സ് ആയിരിക്കും എപ്പോൾ? വെൻ ദ ഇമേജ് ഡാറ്റാബേസ് ഹാസ് ഹൈ റെസൊല്യൂഷൻ സാറ്റലൈറ്റ്. അപ്പോൾ ഒരു ഇമേജ് ഡാറ്റാബേസിന് ഹൈ റെസൊല്യൂഷൻ സാറ്റലൈറ്റ് എപ്പോഴാണ് വരുന്നത്, അപ്പോൾ ഈ സംഭവം എന്തായിരിക്കും? നോളജ് ബേസ് എപ്പോഴും കോംപ്ലക്സ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ഡിജിറ്റൽ ഇമേജസും അനലോഗ് ഇമേജസും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ അനലോഗ് ഇമേജസ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഹ്യൂമൻസ് വാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യുന്ന ഇമേജസ് ആണ് എന്ന് പറയുന്ന അനലോഗ് ഇമേജസ് എന്ന് പറയുന്നത്. അത് ഫോട്ടോഗ്രാഫ്സ് ആവാം, പെയിൻറ്റിങ്സ് ആവാം, TV ഇമേജസ് ആവാം, അങ്ങനെയൊക്കെ ആവാം. അപ്പോൾ ഈ അനലോഗ് ഇമേജിൽ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ബ്രൈറ്റ്നെസ്സും അതുപോലെ കളേഴ്സും ഉണ്ടായിരിക്കും. ഓക്കെ. അത് കണ്ടിന്യൂസ് ആയിരിക്കും. അതായത് ഇൻഡിവിജ്വലായിട്ട് ഓരോ പീസായിട്ട് എന്തില്ല, ബ്രോക്കൺ ചെയ്തിട്ടുണ്ടാവില്ല. അതായത് ഇറ്റ് ഈസ് നോട്ട് ബ്രോക്കൺ ഇൻ ടു സ്മോൾ ഇൻഡിവിജ്വൽ പീസസ്. അത് ആ ഇമേജ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഇമേജ് ആയിരിക്കും. ഓക്കെ. ഇനി എന്താണ് ഡിജിറ്റൽ ഇമേജ്? ഡിജിറ്റൽ ഇമേജ് എന്ന് പറയുന്നത് ദേ റെക്കോർഡഡ് ആസ് നമ്പേഴ്സ്, അല്ലെങ്കിൽ ആ ഇമേജ് റെക്കോർഡ് ചെയ്തിരിക്കുന്ന കുറേ നമ്പേഴ്സ് വെച്ചിട്ടാണ്. ഓക്കെ. നമുക്കറിയാം അതിൻ്റെ ബേസിക് എലമെൻറ്റ് എന്ന് പറയുന്നത് പിക്സലാണ്. ആ ഓരോ പിക്സലും റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? ഓരോ ന്യൂമറിക്കൽ വാല്യൂസ് ആണ്. ഇനി ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഇമേജസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് സ്പേഷ്യൽ ഡൊമൈൻ നോക്കാം. സ്പേഷ്യൽ ഡൊമൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇമേജ് നമുക്ക് ഒരു 2D മെട്രിക്സ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതിൽ ഓരോ എലമെൻ്റ് എന്ന് പറയുന്നത് പിക്സൽ ഇൻറ്റൻസിറ്റി ആയിരിക്കും. ഓക്കെ. അപ്പോൾ ആ 2D മെട്രിക്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഇമേജിൻ്റെ ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സ്പേഷ്യൽ ഡൊമൈൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി എന്താണ് ഫ്രീക്വൻസി ഡൊമൈൻ? ഫസ്റ്റ് എന്താണ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പിക്സലാണ്. ഓക്കെ. അപ്പോൾ ഫ്രീക്വൻസി ഡൊമൈൻ എന്ന് വെച്ചാൽ അതിലെ മെത്തേഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എൻ ഇമേജ്. ഓക്കെ. അങ്ങനെയുള്ള ഇതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഫ്രീക്വൻസി ഡൊമൈൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഫണ്ടമെൻ്റൽസ് ഓഫ് സ്പേഷ്യൽ ഫിൽറ്ററിങ് എന്താ നോക്കാം. അത് ലാസ്റ്റ് ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ എന്താ പറയുന്നത് വെച്ചാൽ, അതിൽ ഫ്രീക്വൻസി ഡൊമൈൻ പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. ആ പ്രോസസ്സിങ്ങിൽ എന്താണ്? ഫിൽറ്ററിങ് ഒന്നുകിൽ അത് ആക്സെപ്റ്റ് ചെയ്യാം, ഒന്നുകിൽ ഫ്രീക്വൻസി ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രീക്വൻസി റിജക്റ്റ് ചെയ്യാം. ഓക്കെ. ഫ്രീക്വൻസി കമ്പോണൻസിനെ ആക്സെപ്റ്റ് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം. അതാണ് എന്തെന്ന് പറയുന്നത്? ഫ്രീക്വൻസി ഡൊമൈൻ പ്രോസസ്സിംഗ് നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ജസ്റ്റ് ഒരു ഇമേജിനെ എൻഹാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. ഇനി ഫ്രീക്വൻസി ഡൊമൈനിലുള്ള ഫിൽറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ 4 ഫിൽറ്റേഴ്സാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. ഒന്ന് ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്റർ, ബാൻഡ് പാസ്, ബാൻഡ് റിജക്റ്റ്.